യേശുക്രിസ്തു തങ്ങൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട് ഗാസ മുനമ്പിലെ നൂറുകണക്കിന് മുസ്ലിം മതസ്ഥർ ഈ യുദ്ധത്തിനിടയിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായാണ് അമേരിക്കൻ ട്രിബ്യൂണിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം പുറത്തുവരുന്ന വിവരങ്ങൾ. ക്രിസ്ത്യൻ പ്രൊഫസറും US ആസ്ഥാനമായുള്ള റൈസൺ ജീസസ് മിനിസ്ട്രികളുടെ പ്രസിഡന്റുമായ മൈക്കിൾ ലിക്കോണയാണ് ഇക്കാര്യം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. പലസ്തീനിലെ ഭൂഗർഭ കമ്മ്യൂണിറ്റികളിൽ നിന്നും അമാനുഷികമായ അത്ഭുത പരിവർത്തനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അണ്ടർഗ്രൗണ്ട് ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതായി പല ആഗോള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൈവം യുദ്ധത്തിനിടയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് മൈക്കിൾ ലിക്കോണ സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പോസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മൈക്കിൾ ലിക്കോണ പങ്കുവച്ചത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2 ദിവസങ്ങളിലായി യുദ്ധത്തിൽ തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ട നൂറുകണക്കിന് മാതാപിതാക്കളെ ഞങ്ങൾ ശുശ്രൂഷിച്ചു. ഞങ്ങൾ ഈ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്തു. ഞങ്ങൾ അവർക്ക് ബൈബിൾ വായിച്ചു കൊടുത്തു. യേശുവിലൂടെ സമാധാനത്തിൻ്റെ വഴി അവരോട് പങ്കുവച്ചപ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. അന്ന് രാത്രി അവരിൽ 200-ലധികം പേർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാൻ അവർ ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്നു. യേശുവിനെ എങ്ങനെ അനുഗമിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം യുദ്ധം 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസയിലെ അഭയാർത്ഥികളെ അവരുടെ വിശ്വാസം പരിഗണിക്കാതെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർഗ്രൗണ്ട് ക്രിസ്ത്യൻ മിനിസ്ട്രികൾ.